ഈ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. आपका ग्रुप चेयरमैन AP അബ്ദുൽ കരീം സാഹിബ്, കുടുംബസമിതിയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി പ്രൊഫസർ MPG കോയ സാഹിബ്, സമിതിയുടെ രണ്ടാമത്തെ കുടുംബസംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. പുളിക്കത്താഴത്ത് കുടുംബ സമിതി 2009 രൂപീകൃതമായതിനു ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നെ പ്രത്യേകം ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, ഒരുപാട് കുടുംബങ്ങളുടെ ഇതുമാതിരിയുള്ള ഒത്തുചേരലുകളും ആരംഭത്തിൽ മാത്രം വീരത്വം കാണിച്ചുകൊണ്ട് നടന്നുപോയ അവരുടെ സംഗമങ്ങളും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുമ്പോഴും ഈ കുടുംബസമിതിയുടെ പ്രവർത്തനം 2009 തുടങ്ങിയതിനു ശേഷം അനിശ്ചിതമായിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം താളം തെറ്റാതെ നടക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മൂന്നിയൂരിലെ മദാരി CM അഹമ്മദ് എന്ന ബാപ്പു ഹാജി, മദാരി ഹൗസ് മൂന്നിയൂർ, വാർദ്ധക്യ സഹജമായ അസുഖം മൂലം 72-ാം വയസ്സിൽ അദ്ദേഹം നമ്മെ വേർപിരിയുകയായിരുന്നു. പുളിക്കത്താഴത്ത് തൈത്തോട്ടത്തിൽ അബൂബക്കർ ഹാജിയുടെ മകൾ നബീസക്കുട്ടിയുടെ ഭർത്താവായിരുന്നു അദ്ദേഹം. സൗമ്യശീലനായ അദ്ദേഹം വളരെ സ്നേഹനിധിയും എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടം കുടുംബസമിതിക്കും അതേ അളവിൽ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ള നഷ്ടത്തിൽ കുടുംബസമിതിയും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആഹാരം പടച്ചറബ്ബ് പൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം നമ്മെ വിട്ടുപിരിയുന്നത് അരൂരിലെ പൈക്കാടത്ത് അബ്ദുൽ ഖാദർ, അബ്ദു എന്ന് വിളിക്കുന്ന പൂളക്കൽ അബ്ദുറഹ്മാൻ കുട്ടി ഹാജിയുടെ മകനും ചെറിയ പുളിക്കത്താഴത്ത് മൊയ്തീൻ കുഞ്ഞ് ഹാജിയുടെ മകൾ സരിയയുടെ ഭർത്താവുമായ അബ്ദു എന്ന ആളാണ്. അദ്ദേഹത്തിന് 52-ാമത്തെ വയസ്സിലാണ് നമ്മെ വേർപിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ധീരനായ കർമ്മഭടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സൃഷ്ടിച്ച വേദന പുളിക്കത്താഴത്ത് കുടുംബസമിതിയുടെ മുഴുവൻ പേരിലും നമ്മൾ പങ്കുവയ്ക്കുകയാണ്. നമ്മെ വിട്ടുപിരിയുന്നത് നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഹംസ വൈദ്യർ, ഇരുമ്പിളിയത്ത് പ്രശസ്തമായ പെരിങ്ങാട്ടുതൊടി വൈദ്യർ കുടുംബത്തിലെ അംഗം, നൗനിയിലെ കൗജക്കുട്ടി ഹജുമയുടെ 3ാമത്തെ മകൾ നബീസുവിൻ്റെ ഭർത്താവ്. ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം എന്ന് വെച്ചാൽ 2010 പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ഭാര്യാസമേതനായി അദ്ദേഹം ഹജ്ജിന് പോവുകയും ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങി വരവേ ജിദ്ദ എയർപോർട്ടിൽ വെച്ച് ആകസ്മികമായി നമ്മെ വേർപിരിഞ്ഞ ആ വേദനാജനകമായ സംഭവം എല്ലാവരെയും ഞെട്ടിപ്പിച്ചതായിരുന്നു. വളരെ കുലീനനും സൗമ്യ ഭാഷയും എപ്പോഴും പ്രസന്നവദനനുമായ അദ്ദേഹത്തെ ഞാൻ മൂന്നൊടിയിൽ നിന്നും ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹവുമായി എനിക്ക് പരിചയപ്പെടുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മാവിൻ്റെ ഇളയച്ചൻ എന്ന നിലക്ക് അദ്ദേഹവുമായി ഞാൻ വളരെ മുമ്പ് തന്നെ
പരിചയം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ കുടുംബസമിതിക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലമുണ്ടായിട്ടുള്ള നഷ്ടം, വേദന അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കുടുംബസമിതിയും പങ്കുവെക്കുന്നു. അപ്പക്കണ്ടത്തിൽ അമ്മായി എന്നെല്ലാവരും വിളിക്കുന്ന ആ സ്നേഹനിധിയാണ്. പുളിക്കത്താഴത്ത് പാലയിൽ അഹമ്മദ് കുട്ടി ഹാജിയുടെ ഭാര്യയും നൗനിയിൽ പരേതനായ കുഞ്ഞിപ്പൂ ഹാജിയുടെ ഭാര്യാമാതാവുമായ ബീബാത്തു ഹജ്മ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം 84-ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നിറകുടമായിരുന്നു അവർ. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാഴ്ചശക്തി വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാളെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ അവരുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം അവരെ കാണുകയാണെങ്കിൽ ഇന്ന ആളല്ലേ എന്ന് അവർക്ക് നിഷ്പ്രയാസം പറയുവാൻ സാധിച്ചിരുന്നു. ഒരാളെപ്പറ്റിയാണ് ആ വേദന നമ്മളുണ്ടാക്കിയിട്ടുള്ള ആഘാതം എത്രമാത്രമാണെന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഓർക്കായിൽ ബാപ്പുക്കാക്ക. ഓർക്കായിൽ കുട്ടിയാമുട്ടി ഹാജിയുടെ 3ാമത്തെ മകനും ചെറിയ പുളിക്കത്താഴത്ത് മൊയ്തീൻ കുഞ്ഞി ഹാജിയുടെ മൂത്ത മകൾ സൈനുവിൻ്റെ ഭർത്താവുമായിരുന്നു. അദ്ദേഹം പുളിക്കത്താഴത്തുമായി ബന്ധം സ്ഥാപിച്ച അന്ന് മുതൽ പുളിക്കത്താഴത്ത് തറവാട്ടിലെ എല്ലാ കാര്യത്തിനും ഒരു നെടുംതൂണായി നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത് കാര്യത്തിനും ഇവിടെ തറവാട്ടിൽ എന്ത് പരിപാടികൾക്ക് വന്നാലും അതിൻ്റെ സാരഥിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുവാനും ഓടിച്ചാടി നടന്ന് ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുവാനും കേൾപ്പുരുട്ട ഒരു ദേഹമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഞാനുമായിട്ട് വളരെ വലിയ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. ഖാദറാക്ക LICയിലുള്ള ഡ്രൈവറായിരുന്ന ഖാദറാക്കയുടെ വീട്ടിലായിരുന്നു ഞാൻ കുറച്ച് ദിവസം അന്ന് തങ്ങിയിരുന്നത്. ആ നെപ്പൻസി റോഡിലെ ആ LIC ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ബാപ്പുക്കാക്കയും ബോംബെയിലുണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹത്തിനോട് എനിക്ക് കൂടുതൽ അടുക്കുവാനും ബന്ധം സ്ഥാപിക്കുവാനും കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദിത്യ സ്വഭാവവും സ്നേഹവും അന്ന് എന്നോട് കാണിച്ചിട്ടുള്ള ലാളനയും പരിഗണനയും എല്ലാം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ ശരീരം കാണുന്നത് പോലെ തന്നെ ഒരു ഭക്ഷണപ്രിയനും നല്ലൊരു പാചക വിദഗ്ധനുമായിരുന്നു. നമ്മുടെ കുടുംബസമിതിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളും നമ്മുടെ കുടുംബസമിതിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ സജീവമായി കൊണ്ട് പ്രവർത്തിക്കുകയും മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാജി നമ്മുടെ പ്രവാസി കമ്മിറ്റിയുടെ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഷാജി നമ്മുടെ പ്രവാസി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. 2ാമത്തെ മകൻ ഷംസീർ നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് വളരെ സജീവമായി തന്നെ അവർ കുടുംബസമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുകയാണ്. ഇത്രയും പേരാണ് നമ്മുടെ ആദ്യത്തെ കുടുംബ യോഗത്തിന് ശേഷം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല. വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലിലാണ് നാം പങ്കാളികളായിരിക്കുന്നത്. കുടുംബബന്ധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തീരുമാനമനുസരിച്ചോ ആലോചനയനുസരിച്ചോ ഒന്നും രൂപപ്പെടുന്നതല്ല.
നാം ആരും പ്രത്യേകമായ അപേക്ഷ പൂരിപ്പിച്ച് നൽകി ആവശ്യപ്പെട്ടതനുസരിച്ചല്ല ഈ കുടുംബത്തിലെ അംഗങ്ങളായി ജനിച്ചു വീണിട്ടുള്ളത്. ഇത് പടച്ച തമ്പുരാൻ്റെ നിശ്ചയവും തീരുമാനവുമാണ്. അതുകൊണ്ട് തന്നെ കുടുംബബന്ധത്തെ അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. തൊട്ടുടനെ പറഞ്ഞു വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതേ പ്രകാരമുള്ള വാക്ക് തന്നെയാണ് കുടുംബ ബന്ധത്തെയും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുടുംബ ബന്ധത്തിൽ നമ്മോട് ഏറ്റവും സുപ്രധാനമായി നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, കാരണം മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുഷ സ്വഭാവമുള്ള ഊക്കന്മാരായ മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുന്നത്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിക്കുന്നതൊന്നും അവർ ചെയ്യാതിരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ സ്വന്തം ശരീരത്തെയും അതോടൊപ്പം കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ. കാരണം കല്ലുകളും മനുഷ്യരുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. എന്നാൽ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, യാ ഫാത്തിമ അൻഖദി നഫ്സക മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണം എന്ന്. ദുന്യവിയായ ജീവിതത്തിൽ നിനക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഈ ഉപ്പാനോട് ചോദിച്ചാൽ ഉപ്പ വാങ്ങിത്തരാൻ തയ്യാറാണ്, ഉപ്പ സംഘടിപ്പിച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാൻ ഈ ഉപ്പാക്ക് കഴിയില്ല. മുഹമ്മദിൻ്റെ മകളാണ് എന്ന് നീ പറഞ്ഞതുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല, നീ സ്വയം രക്ഷ നോക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത ആളുകൾ ഒരുപാട് നമുക്ക് കാണാം. ആ ആളുകൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി, ഒരു കുടുംബത്തിൽ ഒരു മകൻ പിറക്കാൻ അല്ലെങ്കിൽ മകൾ പിറക്കാൻ വേണ്ടി പ്രാർത്ഥനയുമായി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ചില കുടുംബങ്ങളിലെങ്കിലും മക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്നതോ മക്കൾ കുടുംബത്തെ പറയിപ്പിക്കുന്നതോ ഒക്കെ ആയ കാര്യങ്ങളും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണമാണ് എന്നത് മുഖവിലക്കെടുത്ത് ആത്മാർത്ഥമായി മക്കളെ സ്നേഹിച്ച് അവരെ ഓമനിച്ച് ലാളിച്ച് അതോടൊപ്പം അവരെ സ്വർഗാവകാശികളാക്കി വളർത്തുന്നതിന് നാം പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ ആ ഒരു പ്രാർത്ഥനയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഴ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്തു തരണം, മുത്തഖികളുടെ നേതാക്കളാക്കി ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും ചെയ്യണമെന്ന്. ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല. അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ ലഭിക്കണമെങ്കിൽ, അള്ളാഹു അതൊരനുഗ്രഹമായി നമുക്ക് ചൊരിഞ്ഞു തരണമെങ്കിൽ നാം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബബന്ധം ഇങ്ങോട്ട് ചാർത്തുമ്പോൾ മാത്രം അങ്ങോട്ട് ചാർത്തുന്നതിലല്ല പുണ്യം നിലകൊള്ളുന്നത്, ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ട് ബന്ധം ചാർത്തണമെന്നാണ്. ആ ബന്ധം മുറിച്ച് കളയാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. അങ്ങനെ മുറിച്ച് കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന നബിവചനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്തരം ഒരു ഒത്തുചേരലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിനർഹമായ പ്രതിഫലം സർവശക്തൻ നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഈ പ്രോഗ്രാം 9 മണിക്ക് തുടങ്ങണം എന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ആര്യാടൻ മുഹമ്മദ് സാഹിബിൻ്റെ സൗകര്യാർത്ഥം
ഏകദേശം 1 മണിക്കൂറോളം നേരത്തെ നമുക്ക് തുടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് 11 മണിക്ക് അവസാനിക്കേണ്ടുന്ന ഈ ചടങ്ങ് ഇപ്പോൾ 9:30 മണിക്ക് ഏകദേശം ഈ ഒരു ചടങ്ങ് അവസാനിക്കുകയാണ്. നേരത്തെ നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബ് സാഹിബും നമ്മുടെ MLA എളമരം കരീം സാഹിബും ഈ പരിപാടിയിൽ രാവിലെ തന്നെ സംബന്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും ചില അസൗകര്യങ്ങൾ കാരണം അവരുടെ പ്രോഗ്രാമുകൾ ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ ഒരു പിടുത്തം വിട്ടുപോകും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി 3 ഉപ്പാപ്പമാരിൽ ഒതുങ്ങി അത് നിർത്തിയിരിക്കുന്നത്. മറ്റൊരു ഉപ്പാപ്പ കൂടിയുണ്ട്, പുരപ്പനങ്ങാടിയിലെ മുഹമ്മദ് കോയ എന്ന ഉപ്പാപ്പയുടെ പേരമക്കൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ 3 ഉപ്പാപ്പമാർക്കുള്ള അത്രയും അതിലേറെ കുടുംബാംഗങ്ങൾ ആ ഒരു ഉപ്പാപ്പക്ക് മാത്രമുണ്ട്. അവരുടെ 2 സഹോദരിമാർ, 2 ഉമ്മാമ്മമാർ, അതിലും അതുപോലെ തന്നെ ഏറെ കുടുംബങ്ങളുള്ളതാണ്. അതൊക്കെ കരുവന്തുരുത്തിക്ക് പുറത്ത് ആണ് പലരും സെറ്റിൽ ചെയ്തത് എന്നതുകൊണ്ട് അവരെ താൽക്കാലികമായി ഈ കുടുംബ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഒരു ഘട്ടത്തിൽ, അതിൻ്റെ ഒരു 2ാമത്തെ ഘട്ടത്തിൽ അവരെ കൂടി നമുക്ക് ഉൾപ്പെടുത്തി വിപുലീകരിക്കാവുന്നതാണ്. മർഹൂം AP ബാബ സാഹിബിൻ്റെ വീട്ടിൽ ഒത്തുചേർന്നു എന്നത് വളരെയധികം സന്തോഷകരമായിരുന്നു. അതിൽ നമ്മോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 10-30ഓളം വിദ്യാർത്ഥികളുമുണ്ടായിരുന്നു. അന്ന് നമ്മൾ നടത്തിയ ഉലുഹിയത്ത് കർമ്മത്തിന് ശേഷം ഒട്ടേറെ ആളുകൾ ആ സംഗമത്തിൽ സംബന്ധിച്ചു എന്നത് വീണ്ടും ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും പെരുന്നാൾ സംഗമങ്ങളും നടത്തുന്നതിനുള്ള പ്രചോദനമായി മാറിയിരിക്കുകയാണ്. ഈ വർഷം പെരുന്നാൾ സംഗമം നടത്താതിരിക്കാനുള്ളൊരു കാരണം ഈ അടുത്തു തന്നെ ഈ ഒരു സംഗമം വരുന്നു എന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ പെരുന്നാൾ, വലിയ പെരുന്നാൾ ദിനത്തിലെങ്കിലും 2 പെരുന്നാളിൽ 1 പെരുന്നാളെങ്കിലും കൂട്ടായി ആഘോഷിക്കാനുള്ള ഒരു സൗകര്യത്തെക്കുറിച്ച് കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വലിയ പെരുന്നാളിനും ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു. ഒരു പക്ഷേ മറ്റു കുടുംബ സമിതികളൊന്നും നടത്താത്ത മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത്. കരുവന്തുരുത്തിയിലെ പുളിക്കത്തായത്ത് കുടുംബാംഗങ്ങൾ മാത്രം ഒത്തുചേർന്നുകൊണ്ട് പുളിക്കത്തായത്ത് തറവാട്ടിൽ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വെച്ച് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുകയും കരുവന്തുരുത്തിയിലെ പാവപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. വരും വർഷങ്ങളിലും അത് വിപുലമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ 2 ഉലുഹിയത്ത് കർമ്മത്തിലും പാളയാവാൻ സാധിക്കാത്ത ആളുകൾ കുടുംബാംഗ സമിതിയുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കൂടി പങ്ക് ഉറപ്പുവരുത്തണം എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. 2 ദിവസത്തെ ടൂറ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ടൂറ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും എല്ലാവരും പറയുന്നത് ഇനിയും വല്ലാതെ വൈകാതെ തന്നെ ടൂറ് സംഘടിപ്പിക്കണമെന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദവും ആ ഒരു കെട്ടുറപ്പും ഉണ്ടാക്കുന്നതിന് അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അടുപ്പം കുടുംബ അംഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കാൻ ആ ടൂറിന് സാധിച്ചിട്ടുണ്ട് എന്ന് ആ ടൂറിൻ്റെ സംഘാടക സമിതിയും